മറ്റേ ഒരപ്പനായിട്ട് കിടക്കാൻ നിവൃത്തിയില്ല, ബന്ധം വെച്ചേക്കോ വാതിലല്ല അടച്ച് അവർ തന്നെ ബന്ധം വെച്ച് അങ്ങോട്ട് കയറാൻ മേല. അപ്പോൾ പറയൂലേ സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും കാണിക്കണമെന്ന്. മറയില്ലാതെ പ്രേക്ഷകരുടെ മുമ്പിൽ നമ്മൾ ചെയ്യണ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചിലപ്പോൾ മാറാൻ പറ്റിയില്ലെന്നിരിക്കും, അതിനും എനിക്ക് വിഷയമൊന്നുമില്ല. അമ്മയുടെ പിങ്ക് നൈറ്റി പലർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു കേട്ടോ. ഏപ്രിൽ ലാസ്റ്റ് ആകുമ്പോഴേ അത് റിലീസായി കിട്ടുള്ളൂ. നമ്മളന്ന് ഫ്രീസറിൽ ചക്കക്കുരു വെച്ചിട്ട് ഉപയോഗിച്ചത് നല്ലതായിരുന്നു. ഉണങ്ങി പോകാതിരിക്കാനേ മണല് വെക്കണത്. ഓ വെറുതെ മണല്, വെറുതെ മണല്. അന്നത്തെ അമ്മച്ചിമാർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ. അപ്പ ഇല്ലാത്ത ദിവസത്തെ ഊണ്, ഉച്ച ഊണ. രാവിലെ എന്നാ പരിപാടി? രാവിലെ അവിടെ പ്ലാവിന്റെ വീട്ടില് ചക്ക വീണ് കിടപ്പുണ്ട്. ആ ചക്ക വീണ് കിടക്കണ ഇതൊന്നും കൊള്ളൂല്ലോ. അപ്പൊ നമുക്ക് അതിന്റെ കുരു എടുക്കാം. എന്നിട്ട് കുരു എടുത്ത് കഴുകി വെള്ളം വാർന്നിട്ട് വേണം ഉരുക്കിയെടുത്ത് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം. അത് ഇവിടെ സൈഡിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം മാർന്ന് കിട്ടി. വേറെ എടുക്കാൻ പോവാം. ബാ, ഞാനിച്ചിരി വെള്ളം ഒഴിച്ചിങ്ങനെ പോകുന്നതാ കുരു അതിനകത്തേക്ക് ഇടാൻ വേണ്ടി. എന്നിട്ട് അലമ്പി വൃത്തിയാക്കി ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം വലിഞ്ഞ് കഴിയുമ്പോൾ അകത്തേക്ക് കൊണ്ടുപോകും. ഈ അകത്തെ പിടിയിലെല്ലാം പ്രശ്നം. മറ്റേ ഒരപ്പനായിട്ട് കിടക്കാൻ നിവൃത്തിയില്ല, ബന്ധം വെച്ചേക്കോ വാതിലല്ല അടച്ച് അവർ തന്നെ ബന്ധം വെച്ച് അങ്ങോട്ട് കയറാൻ മേല. അപ്പം അടുക്കളയിലിട്ടാൽ ശരിയാവൂല, ടൈലിൻ്റെ പുറത്ത് സ്ഥലവും ഇല്ല. പിന്നെ വർക്കേരിയയിൽ തന്നെ ഇത് വെള്ളം വലിയുമ്പോൾ തൽക്കാലം ഇടാം. നാളെ രാവിലെ അത് അവിടെ നിന്ന് മാറ്റുകയും ചെയ്യണം. ഒരു പണിയാൻ വരുമ്പോൾ അത് പറ്റൂല്ലോ. ബാ, അപ്പൊ നമുക്ക് പ്ലാവിന്റെ ചോട്ടിലേക്ക് തന്നെ പോകാം. പ്ലാവിന്റെ ചോട്ടില് റെഡി മണിയായിട്ട് ഒരെണ്ണം കിടപ്പുണ്ടല്ലോ. ഇതിപ്പോ വീണതാട്ടോ. അത് ഞാൻ ചാക്കിലേക്ക് മാറ്റിയത് അവിടെ നിന്ന് ഈ കമറത്തേക്ക് വലിച്ചിടാം അല്ലേ. വെയിൽ ഉദിച്ചു തുടങ്ങി. വെയിലായി എന്ന് പറ. ഇത് അപ്പയാന്ന് തോന്നുന്നു ചാക്കിലേക്ക് എടുത്ത് മാറ്റിയത്. വെയിലത്തൊന്ന് മാറാം. അതെ, 7 മണിയായാൽ വെയിലായി. ഇനിയിപ്പോൾ ഒരു 5 മണി വരെയും വെയില. കുരു എടുക്കണതിന് ഇതിനിപ്പോൾ കുഴപ്പമില്ലല്ലോ. അതിന് കുഴപ്പമില്ല. ആവിച്ചിരിക്കണുണ്ടോ? ഇത് വീണ് കിടക്കണമൊന്നും അല്ല കേട്ടോ, ഇതിപ്പോ വീണതാ. രാവിലെ വീണതാ ഇത്. അതെ, അപ്പൊ പെറുക്കി ഇതിനകത്തേക്ക് വെച്ചതാ. ചക്ക ഇങ്ങനെ വീഴുമ്പോ അവിടെ മാറ്റി റംബൂട്ടാൻ്റെ അല്ലല്ലോ മാംഗോസ്റ്റിന്റെ അവിടെയൊക്കെ ചോട്ടിക്കൊണ്ടേ ഇതാന്നും പറഞ്ഞിടും. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം വീണത് കൊണ്ട് കുരു നല്ലതായിരിക്കും, കുരു എടുത്തിട്ട് പൾപ്പ് ചെയ്യാൻ അതിന്റെ ചോട്ടിലിട്ടേക്കാന്ന്. വളല്ലേ അത് കാരണം അതിന്റെ ചോട്ടിൽ അങ്ങനെയുള്ള പലവൃക്ഷത്തിന്റെ ചോട്ടിൽ അപ്പം ഇടുന്നത്. കുരു നല്ല ഫ്രഷ് ആട്ടോ. കുരുവിന് ഒരു കുഴപ്പമില്ല, നല്ല കുരുവാണ്. അതിപ്പോ ആരും ഞാൻ പറഞ്ഞില്ലേ, ഒരു സംഗതി ചെയ്താ ഒരു നല്ല കമന്റ് ഉണ്ടാവും. ഏത് സംഗതിക്കും ഉള്ളതാണ്. ഒരാൾ എന്തെങ്കിലും ഒരു മൈനസ് പോയിന്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ചോട്ടിൽ അത് തന്നെ ഇങ്ങനെ വരും. അത് നമ്മൾ ജെനുവിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഇതിൽ കാണിക്കണം, അത്രേ ഉള്ളൂ. ഞങ്ങൾ ചെയ്യുന്ന രീതികൾ ഞങ്ങൾ അതേപടി നിങ്ങളെ കലർപ്പില്ലാതെ കാണിക്കണം. അത് ഞങ്ങൾ ചാനൽ തുടങ്ങിയ സമയങ്ങളിൽ മുതൽ ഞങ്ങളെ കാണുന്ന എല്ലാ വ്യൂവേഴ്സിനും അറിയാം. പിന്നെ ഞാൻ എന്താണെന്നും ഞങ്ങൾ എന്താണെന്നും ഞങ്ങളെ അറിയാവുന്നവർക്കും ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് പരിസരവാസികൾക്ക് എല്ലാം അറിയാം. പിന്നെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആക്കി നമുക്ക് ഒരിക്കലും വീഡിയോ ചെയ്യാനും സാധിക്കില്ല. എന്തിനായി പെർഫെക്റ്റ് ആക്കണേ? മറയില്ലാതെ പ്രേക്ഷകരുടെ മുമ്പിൽ നമ്മൾ ചെയ്യണ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കപടത പാടില്ല അതിൽ. അപ്പൊ പറയൂലേ സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും കാണിക്കണമെന്ന്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാനിടുന്ന ഡ്രസ്സൊക്കെ ചിലപ്പോൾ മുഷിഞ്ഞതൊക്കെ ആയിരിക്കും. വേനലാകുമ്പോഴത്തേക്കും ഒരു രക്ഷയില്ല. ചിലപ്പോൾ എനിക്ക് തോന്നും മാറണമെന്നൊക്കെ ഈ ചൂട് കൊണ്ട്. പിന്നെ എന്നാൽ ഈ വീഡിയോ ഇങ്ങനെ കഴിയട്ടെ എന്നോർത്ത് ഓരോ വീഡിയോകൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ട് പോകുമ്പോഴും ചിലപ്പോൾ മാറാൻ പറ്റിയില്ലെന്നിരിക്കും, അതിനും എനിക്ക് വിഷയമൊന്നുമില്ല. അതാണ് ആൾക്കാർ നമ്മളെ ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്നു എന്ന് അവർ പറയുന്നത്. അവർക്ക് അവരുടെ സ്വന്തം വീട് പോലെ ഫീൽ ചെയ്യുന്നു പറയുന്നത്. ആ പുള്ളിക്കാരത്തിന്റെ പേര് മറന്നുപോയി, പേര് അനൗൺസ് ചെയ്യായിരുന്നു. നമ്മള് കല്യാണത്തിന് പോയപ്പോ അങ്കമാലില് ആ പുള്ളിക്കാരി പറഞ്ഞത് ഓർക്കണില്ലേ? ഒത്തിരി പേർക്ക് അങ്ങനെ അവരുടെ വീട് പോലെ തോന്നുന്നു എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും നാച്ചുറലായി വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യാതെ നമ്മൾ എന്താണോ ചെയ്യണത് അത് ക്യാമറയിലൂടെ കാണിക്കുന്നു. അത് കാരണമാണെന്ന് ഒത്തിരി പേര് പറയാറുണ്ട് കേട്ടോ നമ്മളോട്. എല്ലാവരോടും പ്രത്യേകം താങ്ക്സ്. അതെ, ഇത്രയും നിങ്ങളുടെ ഇതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഉയർച്ചയിൽ വന്നത്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും എല്ലാം ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ കേട്ടോ. അതാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കണം അല്ലേ. അമ്മയുടെ പിങ്ക് നൈറ്റി പലർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു കേട്ടോ. ഇത് ഇനിയിപ്പോ ഓറഞ്ച് ഇതുവരെ ഇട്ടില്ല, ഓറഞ്ച് പൈപ്പിംഗ് വെച്ചത്. ആ മുറിയിൽ ബർത്തിന്റെ ഷെൽഫിലെങ്ങാണ്ട് ഇരിപ്പുണ്ട്. കാരണം ഈ പണി നടക്കണോണ്ട് പൊടിയാണല്ലോ എന്ന് ഓർത്ത് ഞാൻ പഴയത് തന്നെ ഇങ്ങനെ ഇടണത്. അത് അടുത്ത ആഴ്ചയല്ലോ ഇടാട്ടോ. കാരണം ഇപ്പൊ കൊറേ വീഡിയോയില് തുടർച്ചയായിട്ട് ഈ പിങ്ക് തന്നെയാ. ഈ പിങ്ക് അല്ലാന്ന് എനിക്ക് തോന്നണം, മറ്റേ പിങ്ക് ഇടാറുണ്ട്. പിങ്ക് പലതുള്ളത് അല്ലാണ്ട് ഈ പിങ്ക് ഒന്നും അല്ല ഇടണേ. ആ യൂക്കഴുത്തുള്ള പിങ്കില് ടെറസ് മോളിൽ കിടപ്പുണ്ട് അലക്കി, അതൊക്കെ ഇടാറുണ്ട്. പിന്നെ ബുധനാഴ്ച ആകുമ്പോഴത്തേക്കും വാർത്ത് കഴിഞ്ഞാല് ഈസ്റ്ററിനെല്ലാം ഞങ്ങൾക്ക് ഇത്തവണ കഷ്ടാനുഭവിച്ച ഈസ്റ്ററും എല്ലാം
വർക്ക് ഏരിയയുടെ പാസേജ് ഇല്ല, മുട്ടിട്ട് വാർത്തിട്ടേക്കുമായിരിക്കും. ഉയർപ്പ് കഴിഞ്ഞിട്ട് ഇനി അത് എടുക്കോളും. അതെ, ദുഃഖ ശനിയാഴ്ചയൊന്നും ഇത് മുട്ട ഉരുണ്ടാന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്. 10 ദിവസം ഇടണമെന്നങ്ങണ്ട പറഞ്ഞു. ശനിയാഴ്ച പണി പാടില്ല. അപ്പോൾ ബുധനാഴ്ച വാർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിവിടെ കിടക്കും. പൊടിയൊക്കെ ആയിട്ട് അവിടെ അങ്ങനെ കിടക്കും. പിന്നെ അതുകൊണ്ട് ഇത്തവണ ഈസ്റ്ററിന് അരിയലും പെറുക്കലും ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ചിക്കനും ബീഫും ഒക്കെ മേടിക്കുമ്പോൾ പ്രശ്നമാണ് അവിടെ ഇട്ട് ഉണ്ടാക്കലൊക്കെ. എങ്ങനെയെങ്കിലും നമുക്ക് ഉള്ള അതെന്നാന്ന് വെച്ചാൽ ഒരു പ്രശ്നം പ്രേക്ഷകരോട് പറയാമല്ലോ. ഞങ്ങളുടെ വർക്ക് ഏരിയയിൽ നിന്ന് 2 വശത്തേക്കും, തെക്ക് വശത്തേക്കും വടക്ക് വശത്തേക്കും ഇറങ്ങാനുള്ള വാതിലുകളുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഓൾറെഡി. അതിൽ ആ 2 വാതിലും വാർക്കാനുള്ളത് കൊണ്ട് സപ്പോർട്ട് വെച്ച് പുറത്തുനിന്ന് നടക്കല്ലേൽ ഇപ്പോൾ വാതിൽ തുറക്കാൻ പറ്റൂല. അകത്തുനിന്ന് കുറ്റിയിട്ട് വെച്ചു, സപ്പോർട്ട് വെച്ചു. അപ്പോൾ എന്ത് സംഗതിയും ഇപ്പോൾ ഫ്രണ്ടിൽ ഈ വാതിൽ കൂടെ മാത്രമേ കയറ്റാനും ഇറക്കാനും പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഗ്യാസ് തീരുമ്പോഴത്തേക്കും ഗ്യാസുകാർ മുൻവശത്ത് കൊണ്ട് വെക്കും. സിലിണ്ടർ എംറ്റി സിലിണ്ടർ മുൻവശത്തേക്ക് വെച്ചാൽ മതിയെന്ന് അപ്പോൾ പറഞ്ഞു. അല്ലാതെ ഇപ്പം അവിടെ തുറക്കാൻ പറ്റില്ല. അവരെ അവിടെ കയറി നല്ല സുഖമായിട്ട് കൊണ്ടുവന്ന് വെച്ച് തന്നെ അകത്ത വരപ്പരെ വെച്ച് തരും. ഒരു നല്ല സർവീസാണ് ഞങ്ങളുടെ ഗ്യാസ് ഏജൻസിയിലൊക്കെ. ഭാരതി ഗ്യാസ്. ലൈറ്റ് മാറുന്ന അനുസരിച്ച് ഞാൻ അങ്ങോട്ടും കൂടെ മാറാം. ഇതിന്റെ പഴമൊന്നും നമ്മൾ എടുക്കണില്ല കേട്ടോ. പഴം നല്ലതല്ല. പഴം എടുക്കണില്ലെന്നല്ല കാണിച്ചു തരാം. വാ എൻ്റെ പുറകെ. കാലത്തെയാണ് പണി ഇഷ്ടം പോലെ കിടപ്പുണ്ടെന്നാലും പഴം വേണമെങ്കിൽ കിളികൾക്ക് കൊടുക്കാം. കിളികൾക്കൊന്നുമല്ല, ആ കിളികളെടുത്തോളും. ഇവിടെയൊക്കെ വീണ് കിടപ്പുണ്ട്. ചെടികൾക്കാണ് ഇത്തവണ കൊടുത്തത്. ചെടിക്ക് വളാണത്. അതെ, ചക്കക്കുരു കഴുകണ ഇടാണ്. അല്ല, പുറവശത്ത് കഴുകാൻ പറ്റില്ല, മുട്ടാന്നേ. ഞാനിതൊന്നും ഇങ്ങനെയുള്ള സംഗതി ഒന്നും ഈ ഭാഗത്ത് ഒന്നും ചെയ്യാറില്ല, നിങ്ങൾക്ക് അറിയാതെ. പക്ഷെ എനിക്കിപ്പോൾ ബാക്ക് സൈഡിലൊന്നും ചെയ്യാൻ നിർത്തിയില്ല. നമ്മുടെ വർക്ക് ഏരിയ പൊളിച്ചിട്ടേക്കും. അതാ 2 ആഴ്ച ഏപ്രിൽ ലാസ്റ്റ് ആകുമ്പോഴേ അത് റിലീസായി കിട്ടുള്ളൂ. അതുവരെ ഇച്ചിരി പാടാണ്. നല്ല പാട്, ചൂടും. അതെന്നാന്ന് വെച്ചാൽ ഏത് നേരം അതിലേക്ക് ഇറങ്ങി ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ടേ നമുക്ക് പാസേജ്. നമ്മളന്ന് ഫ്രീസറിൽ ചക്കക്കുരു വെച്ചിട്ട് ഉപയോഗിച്ചത് നല്ലതായിരുന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു. 8 മാസം ഇരുന്നു. 8 മാസം കഴിഞ്ഞ് 8 മാസം ഫ്രീസറിൽ വെക്കുമ്പോൾ തവണ വെക്കുമ്പോൾ കാണിക്കാം. കണ്ടെയ്നറിനകത്ത് ഞാൻ ഐസ്ക്രീം കണ്ടെയ്നറിലാണ് വെച്ചത്. ഈ വൈറ്റ് തൊലി കളഞ്ഞേച്ച് വെക്കണം, ബ്രൗൺ തൊലി മാത്രമായിട്ട്. അപ്പോൾ എന്നോട് ബിനി പറഞ്ഞേ, എൻ്റെ നാത്തൂൻ എന്നോട് പറഞ്ഞ ചക്കക്കുരു തൊണ്ട് കളഞ്ഞ് ഒരുക്കി വെച്ച് സിപ്ലോക്ക് കവറിൽ ഫ്രീസറിൽ വെച്ചാൽ ഒരുപാട് നാളിരിക്കുന്നു. റിങ്ക് വരുന്നവരെ അമ്മായി അങ്ങനെ സൂക്ഷിക്കുന്നു. വേനക്കൊണ്ടാണ് ചക്കക്കുരു. ഇവിടെ വെക്കാറുണ്ടെന്ന്. നമ്മൾ 8 മാസം വരെ എടുത്തു. അത് മുഴുവത്തോടെയായിരുന്നു ഞാൻ വെച്ചിരുന്നത്. ഐസ്ക്രീം കണ്ടെയ്നറില, സിപ്ലോക്കിലല്ല. അതിനകത്ത് നമ്മുടെ ഡീപ് ഫ്രീസറിൽ നമുക്ക് വെക്കാൻ ഇത്തവണ ഇപ്പം കാണിക്കാം. പിന്നെ പണ്ടത്തെ കാലത്തൊക്കെ മണലിലും മണ്ണിലും ഒക്കെ കലത്തിലിട്ട് സൂക്ഷിക്കും. വെള്ളം മാറുന്നു കഴിഞ്ഞെടുത്ത് വെച്ച് ഉണങ്ങി പോകാതിരിക്കാനേ മണലിൽ വെക്കണത്. വെറുതെ മണലിൽ ചുമ്മാ ഇടുവല്ല, കലത്തിൽ മണലെടുത്തേച്ച് അതിനകത്തേക്ക്. അതും കുറെ കാലം ഇരിക്കും. അത് പക്ഷെ ഇത്രയും ഇരിക്കും തോന്നുന്നത്. പഴയ കാലത്ത് പിന്നെ അങ്ങനെയൊക്കെയല്ലേ മാർഗങ്ങളുള്ളൂ. അല്ലാണ്ട് ഫ്രീസറോ ഇതൊക്കെ ഉണ്ടോ? അന്നത്തെ അമ്മച്ചിമാർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ. അത് കുറച്ച് കഴിയുമ്പോൾ എന്നിട്ട് ഈ പ്ലാവ് പോലെ കിളുക്കും അതിനകത്ത്, മണലായതുകൊണ്ട്. നമുക്കിത് ഈ ഷെയ്ഡിലേക്ക് ഇടാം. ഇത് വെയിലത്തിടരുത് കൂട്ടോ. ഇത് നമുക്ക് ഷെയ്ഡിലിട്ടേച്ച് വെള്ളം വലിഞ്ഞ് കഴിയുമ്പോൾ വർക്കേരിയെ കൊണ്ടുപോയിടാം. അവിടെ ഇടാൻ മാർഗ്ഗമില്ല. പേരാ ഇതെവിടെയെങ്കിലും ഒന്ന് ഇടാം, എന്നിട്ട് പിന്നെ എടുത്ത് വയ്ക്കാം. മറ്റേതാകുമ്പോൾ വെള്ളം വലിയാൻ എളുപ്പ ഇഷ്ടിക കുറച്ച് ഭാഗം ഇങ്ങനെ വെള്ളം വലിയാൻ ഇടാം, പിന്നെ ഒരുക്കാൻ എടുക്കാം അല്ലേ? ഒരുക്കാൻ എടുക്കുകയല്ല, ഇത് മുഴുവൻ വെള്ളം വലിയാൻ ഇട്ടേച്ച് അത് വെള്ളം വലിഞ്ഞ് ഉണങ്ങിയിട്ട്, അല്ലാണ്ട് തൊണ്ട് കളയാൻ പറ്റുമോ? ഉണങ്ങിയിട്ട് ഇന്ന് ഉച്ചത്തേക്ക് ഉണ്ടാക്കണം. വെള്ളം വലിഞ്ഞോളും പെട്ടെന്ന്. എന്നിട്ട് എടുക്കാൻ പറ്റുള്ളൂ അല്ലേ? അല്ലാതെ എങ്ങനെയാ ഒരുക്കണത്? നനഞ്ഞിരിക്കുന്നതിലേക്ക് കത്തി കയറുമോ? തന്നെ പോവില്ലേ? അപ്പോഴാണ് ആ വെളുത്ത ആവരണം വരുള്ളൂ. ഇനി മതി, ഇനി എടുക്കുമ്പോൾ കാണിക്കാം. ഇതെല്ലാം വെള്ളം മാറുന്നു കേട്ടോ. ഇനി ഒരുക്കാനായിട്ട് എടുക്കാം. കംപ്ലീറ്റ് ഉണങ്ങി ഒരുവിധം ഉണങ്ങിന്ന് പറഞ്ഞാൽ വെള്ളം മാറും. അതെ, വെള്ളം മാറുന്നു. ഇനിയാണ് കറി വെക്കാൻ ഉപയോഗിക്കുന്നത്. ഇത് വെയിലത്തിട്ട് ഉണക്കരുതെന്നാ പറയണത്. ഡ്രൈ ആയി പോകുന്ന കണ്ടോ? 100 പോവായിരിക്കും. അങ്ങനെയായിരിക്കും. ഡ്രൈ ആയി പോയാൽ പിന്നെ കൊള്ളൂല. അതുകൊണ്ട് വെയിലത്തിടരുത്, ഷെയ്ഡിലിടാവോളെന്ന് പറയും. പെരയ്ക്കകത്ത് നമ്മൾ ഇടാറ്. ഞാൻ പറഞ്ഞില്ലേ, സൗകര്യക്കുറവ് കാരണം ഞാൻ അകത്തേക്ക് കിടക്കും കേട്ടോ. കുറച്ച് നനവുണ്ട്. ഇന്നെ ഇവിടെ ഇരുന്ന് ഇതൊക്കെ ചെയ്യണേ? ഇതൊക്കെ ചോദിക്കല്ലേ.
കാരണം എൻ്റെ കൈ എപ്പോഴും മുറിക്കുന്ന ഫിംഗർ ക്യാപ്പ് പോലും എടുത്തിട്ടില്ലായിരുന്നു. അവിടെ ഇരിക്കാൻ സ്ഥലമില്ലല്ലോ, അടുക്കളയിൽ സ്ഥലം അല്ലെങ്കിലും ഇല്ലായിരുന്നു. വർക്ക് ഏരിയയുടെ നടക്കല്ല് പോലും ഒഴിവില്ല. നടക്കല്ലേൽ വരെയും പൈപ്പ് പിടിച്ചവർ ജാക്കി ഇട്ടേക്കുക, മറ്റേ വാർക്കാനുള്ള. അവിടെ ആ പുറത്തുള്ള തൊട്ടിലുള്ള പൈപ്പില്ലേ, ആ പൈപ്പിനോട് ചേർന്ന് ഒരു ഇത് വെച്ചേക്കണം. നാളെ ഇത് മാറ്റിക്കണം. കാരണം വാർക്കാൻ സമയത്ത് ഹോസ്റ്റാപ്പ് വെക്കാൻ പിടിപ്പിക്കുന്ന പൈപ്പ് അത് മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് അവർക്ക് വെള്ളം എടുത്ത് കൊടുക്കാനുള്ള. ഇന്നലെ ആ പുറത്ത് വാതിലടച്ചോ ചേച്ചി, ഇങ്ങനെ തുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പിന്നെ നോക്കിയില്ല. ഇന്നിപ്പോൾ കാലത്തെ നോക്കിയപ്പോഴാണ് അതിൻ്റെ ചേർത്ത ഒരു പൈപ്പ്, അല്ല പൈപ്പല്ല, ജാക്കി വെച്ചേക്കണം, സപ്പോർട്ട്. അപ്പോൾ നാളെ അവർ വരുമ്പോൾ പറയണം അവിടെ നിന്ന് സ്വല്പം മാറ്റാൻ, അല്ലെങ്കിൽ അവർക്ക് തന്നെ നാശം, വെള്ളം എടുക്കാൻ പറ്റില്ല. ഹോസ്റ്റാപ്പ് ഉണ്ടെങ്കിൽ ഓസിന്ന് ഓസ് കുത്തിയില്ല അവർക്ക് വെള്ളം കൊടുക്കണത്. അതൊക്കെ അവർ തന്നെ എടുക്കണത്. അപ്പോൾ പറയാതെ അത് കാരണം അവിടെ ഒന്നും ഇരിക്കാൻ ഒരിടവും സ്ഥലമില്ല. ഞാൻ വെയിലായി, ഇന്ന് നല്ല ചൂടാ അല്ലേ. ഇന്നലെ മിനിഞ്ഞാന്ന് മഴ ഒന്ന് പെയ്തുകൊണ്ട് ചെറിയ ശമനം ഉണ്ടായിരുന്നു. ഞാനീ നമ്മുടെ കുഴപ്പിളാവിൻ്റെ ചക്കക്കുരു കഴുകിയിട്ടായിരുന്നത് ഇതാക്കിയത്. അവിയലിനടുത്ത് ആ മുരിങ്ങക്കോല് ഇരിപ്പില്ലേ, 2-3 കഷ്ണം അതും കൂടെ ഇട്ട് ഉലർത്താം. ഉച്ചയ്ക്ക് നമ്മൾ മാത്രമല്ലേ ഉണ്ണാനുള്ളൂ. അപ്പം പോയേക്കുക, അപ്പയുടെ അമ്മച്ചിയുടെ ചേച്ചിയുടെ വീട്ടിൽ പോയേക്കും. അവിടുത്തെ ഒരു ആൻറ്റി മരിച്ചതിൻ്റെ ആണ്ടൂർബാനയാണ് അതിന് പോയേക്കുക. അങ്കമാലി നെടുമ്പാശ്ശേരി കേട്ടോ. മുരിങ്ങാക്കോലും ചേർത്തിടണ്ട. മുരിങ്ങാക്കോല് അങ്ങനെ ഇല്ല. അവിയലിന് കൊണ്ടുവന്ന 2-3 കഷ്ണം മാറ്റി സാമ്പാറിന് വെച്ചിരുന്നത് അത് ഇതിലേക്ക് ഇട്ടു. മുരിങ്ങാക്കോൽ ഇടുവാണെങ്കിൽ ഒരു 2 മുരിങ്ങക്കോലും ചക്കക്കുരു ഇടണം. അതിനുള്ളതൊന്നും ഇല്ല, മേടിച്ച മുരിങ്ങക്കോലല്ലേ. അപ്പം അതിലിരുന്നത് കൊണ്ട് ഞാനൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇട്ടെന്നുള്ളൂ. ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും, കാരണം നാടൻ കോല ആയതുകൊണ്ട്. ചക്കക്കുരുവാ. ആ ചക്കക്കുരു നല്ലതാ. അത്രയും പോരാ മുരിങ്ങക്കോല, ഒട്ടും ചേർന്നിട്ടില്ല. 3 കുഞ്ഞ് അരിഞ്ഞ കോല അതിൽ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഒന്നും ആവൂല. മുരിങ്ങക്കോലെന്ന് പറയാൻ പറ്റൂല. ചക്കക്കുരു നല്ലതാ, അത് പറയാതിരിക്കാൻ പറ്റൂല. ഒരു മുരിങ്ങക്കോലെങ്കിലും ഫുള്ള് വേണം. ഇടുവാണേ, പണ്ടത്തെ കറികളായതൊക്കെ. അതെ. ചക്കക്കുരുവും മുരിങ്ങാക്കൂരും ഇടർത്ത നൊയമ്പ് കാലത്ത്, നൊയമ്പ് കാലം എന്ന് പറഞ്ഞാൽ വേനക്കല്ലേ ചക്ക മൂക്കണം. അപ്പം ഇങ്ങനെ പാടത്ത് പയറ് വിതയ്ക്കും, പിന്നെ പ്ലാവേലി ചക്കക്കുരു ഉണ്ടാവും. മുരിങ്ങ എല്ലാ വീടുകളും. ഇവിടുത്തെ ഈ ഒരപ്പരയുടെ പുറകിൽ 2 മുരിങ്ങ ഉണ്ടായിരുന്നു. അയ്യോ, എന്തോരം മുരിങ്ങക്കോല ഉണ്ടാണ്. മുരിങ്ങ ഒടിയ പോലെ കൊമ്പൊക്കെ ഒടിഞ്ഞു വീഴുമായിരുന്നു ഈ കാറ്റും മഴയമ്മ, വേനലത്തെ മഴയത്ത്. അത് അപ്പം എല്ലാ വീടുകളിൽ നിന്നെ മുരിങ്ങയൊക്കെ ഉണ്ടാവും. അപ്പം ഈ ചക്ക പഴുത്ത് കഴിഞ്ഞാൽ ഇതൊക്കെ എടുത്ത്, അല്ലെങ്കിൽ പച്ചച്ചക്ക വേവിച്ച് കഴിഞ്ഞാൽ കുരു എല്ലാം വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ പണ്ടത്തെ അമ്മച്ചിമാരെല്ലാം ഈ ചക്കക്കുരു തലേദിവസം ഒരുക്കി വയ്ക്കും. ഞങ്ങളുടെ തിരുമറയിൽ ആ അമ്മയൊക്കെ തലേദിവസം ഒരുക്കി വയ്ക്കുമായിരുന്നു. എന്നിട്ട് അല്ലെങ്കിൽ എലിമാമ്മേനെയും വിളിക്കും. രാവിലെ ഒരുക്കി കറി ഉണ്ടാക്കൽ നടക്കൂലല്ലോ. അന്ന് കാലത്തെ ചായപരിപാടിയല്ല, വീടുകളിൽ കഞ്ഞിയാ. അപ്പം അന്നേരം കറി ഉണ്ടാക്കണ്ടേ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മുരിങ്ങയിൽ കോലുണ്ടാവും. ഈ തണ്ട് പിടിച്ച് ഇങ്ങനെ ആട്ടുമ്പോ കോല് വീഴും. എന്നിട്ട് 2-3 കോല് ഇട്ടേച്ച് കുറെ അങ്ങ് ഉണ്ടാക്കും. ഒരു കാലത്തിലേക്ക് അങ്ങ് വേവിക്കുക. കുക്കറിലൊന്നും അല്ല വേവിക്കുന്നത്, വേവിച്ചേച്ച് അങ്ങ് ഉലർത്തി വെക്കും. അപ്പൊ അങ്ങനെ ചക്കക്കുരു തന്നെ ഉലർത്തും, ചക്കക്കുരു മുരിങ്ങക്കുരും കൂടെ ഉലർത്തും. പിന്നെ ഇവിടെ അമ്മച്ചിക്ക് ഒരു പൊടിച്ചുലർത്തലുണ്ട്, ഓർക്കണം. അതുണ്ടാക്കാൻ നമുക്ക് പണി കഴിയട്ടെ. അരകല്ല് ഫ്രീ ആയി കിട്ടണം അവിടെ. നേരം നമുക്ക് അതിൽ ചതച്ച് കാണിക്കാം കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കറികള് പണ്ടത്തെ കാലത്ത് എല്ലാ വീടുകളിലും നൊയമ്പ് പിടിച്ച് 50 ദിവസം നൊയമ്പെടുക്കൂലേ, പഴയ ആൾക്കാർ അങ്ങനെയാ. അപ്പം അത് കാരണം അങ്ങനെ ഞാനിപ്പോൾ പഴയ ആളിലേക്ക് മാറിക്കൊണ്ട് ഞങ്ങൾ ഇരിക്കുന്നത് കൊണ്ടാണ് 6-7 കൊല്ലം, ഇപ്പം 7-8 കൊല്ലത്തേക്ക് കിടക്കുക ഇങ്ങനെ നോമ്പെടുത്ത് തുടങ്ങിയിട്ട് ഫുൾ ഡേ, അല്ല ഫുൾ 50 ദിവസം. അപ്പം അത് കാരണം ഇങ്ങനെ മാറി മാറി ഉണ്ടാക്കും. അന്നത്തെ കറികൾ അതൊക്കെയാണ്, വീട്ടിലുള്ള സംഗതികൾ. പിന്നെ ചേന ഈ സമയത്ത് ഉണ്ടാക്കിയ വേവുമില്ല, നടണ സമയമാണ്. പക്ഷെ ചേനയൊക്കെ പറിച്ച് ചേനവിത്ത് നട്ട് ബാക്കിയുള്ള ചേന കുറച്ച് എന്തായാലും കട്ട് ചെയ്യുമ്പോഴൊക്കെ കിട്ടും. അതെല്ലാം അരിഞ്ഞ് ചേന വളർത്തും. പിന്നെ കപ്പങ്ങ, നമുക്ക് കപ്പങ്ങ പറിക്കായിരുന്നു, അടുത്ത ആഴ്ച പറിക്കാം. പിന്നെ കപ്പങ്ങ ഉലർത്ത്, കപ്പങ്ങ തോരൻ, പിണ്ടിയും പയറും വാഴക്കൂമ്പും പയറും. നിങ്ങൾ കണ്ട് മടുത്തേക്കണമല്ലേ ഇവിടുത്തെ വീഡിയോയിൽ. അപ്പം അങ്ങനെയുള്ള കറികളൊക്കെ അന്ന് മേടിക്കൽ കുറവല്ലേ. പിന്നെ ഈ വഴുതന, വെണ്ട, ടൊമാറ്റോ, കുമ്പളം, ചൊരയ്ക്ക, മത്തങ്ങ, ഇതൊക്കെ പറമ്പുകളിൽ നടും. ഇങ്ങനെയൊക്കെ അന്നത്തെ കാലത്ത് പടവലവും നടും അത്യാവശ്യം. ഞാൻ എൻ്റെ വീട്ടിലെ കാര്യം കേട്ടോ പറഞ്ഞത്. ഇവിടെയും ഈ രീതികളിൽ അമ്മച്ചി കൃഷി ചെയ്യിക്കുമായിരുന്നു. അപ്പം അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞു വന്നത് എന്നാന്ന് വെച്ചാൽ മേടിക്കൽ കുറവാ. ഇങ്ങനെയുള്ള സംഗതികൾ കൊണ്ടാണ് കറി ഉണ്ടാക്കൽ വീടുകളിൽ. ഉള്ളിയും സവോളയും അങ്ങനെയുള്ളതൊക്കെ മേടിക്കുള്ളൂ. അന്നില്ലേ ക്യാരറ്റിനെ പറ്റി പറയാൻ വളരെ വിരളാണ്. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിലാണ് ക്യാരറ്റൊക്കെ വീടുകളിൽ മേടിച്ചുകൊണ്ട് തുടങ്ങിയത്. ഞാൻ പിന്നെ ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് അവിടെ ഇങ്ങനെയുള്ള
വെജിറ്റബിൾ ഒക്കെ ഉണ്ടാവില്ല, അവർ മേടിച്ചില്ലല്ലോ ഉണ്ടാക്കി തന്നെ അങ്ങനെ കഴിക്കും. പിന്നെ ആ കാലഘട്ടങ്ങളിലെ വീടുകളിലൊക്കെ അന്ന് മേടിച്ചു തുടങ്ങിയത് ഉരുളൻകിഴങ്ങ് സവോളയും മേടിക്കും, ഉള്ളിയും മേടിക്കും, 2 തരം. അതൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, ഇന്ന് 2 പ്ലേറ്റിലെ ചോറേ ഉള്ളൂ. ഒന്ന് എനിക്കും ഒന്ന് മകൾക്കും. അതെ, അപ്പൊ ഇന്ന് ഇവിടെ നല്ല ഊണ് കഴിക്കണം. അപ്പ ഇല്ലാത്ത ദിവസത്തെ ഊണ്, ഉച്ച ഊണാ. അപ്പയുടെ ഇവിടത്തെ അമ്മച്ചിയുടെ ചേച്ചിയുടെ വീട്ടിൽ പോയി, അവിടെ ഒരു അണ്ടച്ചാത്തം ഉണ്ട്, അതിന് പോയേക്കുവാ. അപ്പൊ അങ്കമാലിയില്ല, നെടുമ്പാശ്ശേരി, അവിടെ നിന്നാണ് ഊണ് കഴിക്കണത്. ഊണൊക്കെ വിശാലായിട്ട് കഴിച്ചിട്ട് വരുവോളൂ. നോയമ്പായതുകൊണ്ട് വെജ് മീലായിരിക്കും അവിടെ. അപ്പൊ നമുക്ക് കറികൾ എടുക്കാം. ഈ ചക്കക്കുരു നല്ല ഒന്നാന്തരം കേട്ടോ. നമ്മുടെ ഇതിലെ ചക്കക്കുരുവാ, നല്ല ടേസ്റ്റാ. ഇടുവാണേ. ഓ, അതെന്നെ പോരിട്ട് വിട്ടുപോന്നു. കടച്ചക്ക ഉലർത്തി ഇപ്പുറത്ത് ഇരിപ്പുണ്ട്. അത് ഞാൻ ആദ്യം അങ്ങ് ഇട്ടു. അത് ഇന്നലത്തെ ഉലർത്താണ്, ഇന്ന് ചൂടാക്കിയപ്പോൾ നന്നായിട്ട് കുഴഞ്ഞു പായസം പോലെയായി. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. ചക്കക്കുരു ഉലർത്താം. അപ്പയുടെ പതിവാണ് കുഴച്ചുലർത്തുക. അതെ 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 അതെ. നല്ല രുചിയായി ചക്കക്കുരുവിന്, നല്ല ഫ്രഷ് ടേസ്റ്റാ. അത് പുതിയ ചോട്ടീന്ന് നേരെ അടർത്തി എടുക്കണോണ്ടായിരിക്കും. അതായിരിക്കും വീണ് കിടക്കണ ചക്കയെന്ന് നമ്മൾ നേരെ അടർത്തി അതിൽ എടുത്ത റെഡിയാക്കുവാണ്. അതെ, 2 പേർക്കും. ഇനി 2 പേർക്കും പുളിയുള്ള മാങ്ങാ ചമ്മന്തി. അങ്ങനെ പറയണം അല്ലേ? നല്ല പുളി വേണം, നിസാര പുളിയൊന്നും പോരാ. സേല ആയതുകൊണ്ട് നല്ല പുളി ഇല്ല. സേലം മാങ്ങയുടെ ആയതുകൊണ്ട് കടും പുളി ഇടട്ടെ. അപ്പ കേട്ട് ഇപ്പൊ തന്നെ പറയും അത് ഇവിടെ ഇല്ലാത്തോണ്ടല്ലേ എത്ര ധൈര്യമായിട്ട് നമ്മള് പറയണം നല്ല പുളിന്നൊക്കെ. പോരെ, എന്നാ കൊഴപ്പില്ല. ഇനി എനിക്ക് മാത്രം ചാറ് വേണ്ട, നിനക്ക് മാത്രം ചാറ്. ചന്ദ്രക്കാര മാങ്ങയുടെ ചാറ് മാത്രമേ ഉള്ളോ? അണ്ടിയില്ലേ? ഉണ്ട്. എന്നാ കൊഴപ്പില്ല. എവിടെയാ വെക്കണേ? ഇവിടെ